ഹലോ, നമുക്ക് ഇന്നൊരു വാഞ്ചോ കേക്കിൻ്റെ വീഡിയോ കണ്ടാലോ? ഈ കേക്ക് പോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യമായിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പതച്ചെടുക്കാം. പതഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ വാനിലയുടെ സ്പഞ്ചാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇനി കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ബീറ്റർ ഓഫ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്പോഞ്ച് രണ്ടും ഞാൻ 1 വർഷം മുന്നേ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അന്ന് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് അതങ്ങ് ഗാലറിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നീട് വീണ്ടും ഒരു വാഞ്ചോ കേക്ക് വന്നത് ഈടെയാണ്. അപ്പോൾ ഓർത്തു ആ സ്പഞ്ച് എന്തായാലും ഇനി വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കുന്നതിൻ്റെ, എന്നാൽ അത് തന്നെ എടുക്കാമെന്ന് കരുതി ആ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനിതൊരു ഹൈറ്റുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായത് കാരണം 6 ഇഞ്ചിൻ്റെ പാലിലാണ് കേട്ടോ ബേക്കെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ ബബിൾസൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് കൂടെ ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അന്ന് എനിക്ക് ഓവൻ ഉണ്ടായിരുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ഒന്ന് ബേക്കാക്കി എടുക്കാം. ഇനി അത് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അര കപ്പിനകത്ത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദയും കൂടെ വരുന്ന രീതിയിൽ നിറച്ചെടുക്കുക. അത് നന്നായിട്ട് അരച്ചും കൂടി എടുത്ത് മാറ്റി വെക്കാം. 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ആ ടിന്നിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പതച്ചെടുക്കുക. പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് പതപ്പിച്ചെടുക്കുക. ഇപ്പം നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ മാത്രം ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ലോ സ്പീഡിൽ മാത്രം ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നേരത്തെ കേക്ക് ടിന്നിലേക്ക് കുറച്ചുകൂടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് കൂടെ ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുത്ത് 30 മിനിറ്റിന് ശേഷം നമ്മൾ ബേക്കാക്കി എടുക്കുന്നുണ്ട്. അത് ബേക്കാകുന്ന സമയം കൊണ്ട് നമ്മൾ സിറപ്പ് തയ്യാറാക്കിയാണ്. അതിന് 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് നല്ലപോലെ ആറിച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സ്പോഞ്ചും കൂടെ റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി ഇതിൽ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. 1/2 kg വെയിറ്റ് വരുന്ന നമ്മൾ സ്പോഞ്ച് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് വാനില സ്പോഞ്ചും 1/2 kg രീതി വരുന്ന രീതിയിൽ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് 2 ലെയറായിട്ട് വെച്ചിട്ടാണ് രണ്ടും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ വാനിലയുടെ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയർ ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടിയാണ്. അടുത്ത ലെയർ ചോക്ലേറ്റിൻ്റെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്രീമിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാഷെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഫുള്ള് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കളർ കുറച്ച് കുറവായിരിക്കും നമ്മുടെ ക്രീമിന്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി ലെയറുകൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്.
ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഫനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഡിസൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കുറച്ച് സ്റ്റിക്കർ വർക്കുകൾ മാത്രമേ ഉള്ളൂ, യൂണിക്കോണിൻ്റെയാണ്. ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് റോസറ്റായിട്ട് കുറച്ച് പൂക്കൾ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അത് 2 കളറിലാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പർ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പേരും കൂടി എഴുതി കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.